Hi everyone. Again we are in our history. Last day we discussed about the Simon Commission and Gandhiji called off the non-cooperation movement, non-cooperation Khilafat movement in February 1922. He need to give proper training to Satyagrahis, and the radical leaders decided to struggle for complete independence, but it got only very little attention. Because of that, Gandhiji decided to find a way to relate this abstract idea of freedom to more radical everyday lives. Okay, everyday life. What about that? In 1263 page, the Salt March and Civil Disobedience Movement. You already heard about the Salt March, I think so. Listen to that. Mahatma Gandhi found in salt a powerful symbol that could unite the nation. Well, Mahatma Gandhi found that salt is a powerful symbol. A salt issue on the Indians unite find you. On 31st January 1930, he sent a letter to Viceroy Irving stating 11 demands. On 31 January 1930, Gandhiji sent a letter to Viceroy Irving. He wrote 11 demands in that letter. Some of these were of general interest. Others were specific demands of different classes. Some demands were general interest. Other demands were specific demands of different classes. From industrials to peasants. Industrial model peasants were demands. Some general demands were 11 demands he wrote and sent a letter to Lord Irving. The idea was to make the demand wide ranging so that all classes within Indian society could identify with them and everyone could be brought together in a united campaign. And the idea is make a demand wide ranging. എല്ലാവരുടെയും ഡിമാൻഡ് ആണ് അയച്ചിരിക്കുന്നത്, അതെല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ളൊരു ഫീലിംഗ് ക്രിയേറ്റ് ചെയ്യുക. സോ ദാറ്റ് ഓൾ ക്ലാസ്സസ് വിത്തിൻ ഇന്ത്യൻ സൊസൈറ്റി കുഡ് ഐഡൻറ്റിഫൈ വിത്ത് ദം ആൻഡ് എവരി വൺ കുഡ് ബി ബ്രോട്ട് ടുഗദർ ഇൻ യുണൈറ്റഡ് ക്യാമ്പയിൻ. എല്ലാവർക്കും വേണ്ടിയിട്ടാണെന്നുള്ളതിൽ എല്ലാവരും എന്ത് ചെയ്യും, യുണൈറ്റഡ് ക്യാമ്പയിനിൽ പാർട്ടിസിപ്പേറ്റഡ് ആവും. ദ മോസ്റ്റ് സ്ട്രിങ് ഓഫ് ഓൾ വാസ് ദ ഡിമാൻഡ് ഓഫ് അബോളിഷ് ദ സോൾട്ട് മാർച്ച്. അല്ലേ, മോസ്റ്റ് സ്ട്രിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള ഏറ്റവും വാശിയോട് കൂടിയിട്ട് എഴുതിയിട്ടുള്ള ഡിമാൻഡ് എന്താണ്? അബോളിഷ് ദ സോൾട്ട് മാർച്ച്, സോൾട്ട് ടാക്സ്. എന്താണ് സോൾട്ട് ടാക്സ്? സോൾട്ട് വാസ് സംതിങ് കൺസ്യൂംഡ് ബൈ ദ റിച്ച് ആൻഡ് പുവർ ലൈക്ക്. അല്ലെ, ആ സമയത്ത് സോൾട്ട് പാവപ്പെട്ടവനും പണക്കാരനും കൺസ്യൂം ചെയ്ത് ഉപയോഗിക്കുന്ന ആ സമയത്ത് എന്നല്ല ഇന്നും അല്ലേ, പാവപ്പെട്ടവനും പണക്കാരനും ഒരുപോലെ കൺസ്യൂം ചെയ്യുന്ന ഒരു ഐറ്റമാണ് which is salt എന്നുള്ളത്. And it was one of the most essential item of food. We know that. The tax on salt and the government monopoly over its production, Mahatma Gandhi declared, revealed the most oppressive face of British rule. അതായത് ഇന്ത്യൻസ് ഒരുപാട് ആളുകൾ കടൽ തീരത്ത് ജീവിച്ചിരുന്ന ആളുകളെല്ലാം സോൾട്ട് മേക്ക് ചെയ്ത് വിറ്റ് ജീവിച്ചിരുന്നു. ഈ സോൾട്ട് എന്ന് പറയുന്നത് യൂസ് കൺസ്യൂം ലൈക്ക് പുവർ ആൻഡ് റിച്ച് അല്ലേ, അതിൽ നല്ല ഹയസ്റ്റ് ടാക്സ് ഏർപ്പെടുത്തിയത് മാത്രമല്ല ഉപ്പ് മേക്ക് ചെയ്യാൻ ഇന്ത്യൻസിന് അവകാശമില്ല എന്നുള്ളൊരു കാര്യം കൂടി ഉന്നയിച്ചു. അതിന് മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കാനുള്ള ഒരേ അവകാശം ബ്രിട്ടീഷേഴ്സിനാണെന്നുള്ളതും അവർ കൊണ്ടുവന്നു. ബ്രിട്ടീഷേഴ്സിനാണെന്നുള്ളതും അവർ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. സോ മൊണോപ്പൊളി ഓവർ ദ പ്രൊഡക്ഷൻ ഓഫ് സോൾട്ട് ആൻഡ് സോൾട്ട് ടോക്സ് അത് ഒഴിവാക്കുക. സോൾട്ട് ടോക്സ് വിച്ച് അബോളിഷ് ചെയ്യുക എന്നുള്ളതായിരുന്നു മെയിൻ ഡിമാൻഡ് ഓഫ് ഗാന്ധിജി. മഹാത്മാഗാന്ധി ഡിക്ലെയർഡ് റിവീൽഡ് ദ മോസ്റ്റ് ഒപ്രസീവ് ഫേസ് ഓഫ് ബ്രിട്ടീഷ് റൂൾ. അല്ലെ, ഉപ്പിൽ അല്ലെ ഉള്ള ഈ ടാക്സും അവരുടെ മൊണോപ്പൊളിയെല്ലാം ബ്രിട്ടീഷേഴ്സിൻ്റെ റൂളിൻ്റെ ഒപ്രസീവാണ് അല്ലേ. ഒപ്രസീവ് പറഞ്ഞാൽ അതിൻ്റെ ഭീകരത്വമാണ് ഇവിടെ കാണുന്നത് എന്നുള്ളതാണ് ഗാന്ധിജി എക്സ്പ്ലെയിൻ ചെയ്തത്. സോ Mahatma Gandhi's letter was in a way an ultimatum.
അല്ലേ? മഹാത്മാഗാന്ധിയുടെ ലെറ്റർ ഒരു അൾട്ടിമാറ്റം മീൻസ് ഒരു വെല്ലുവിളി, ഒരു അവസാന വാചകം പോലെയാണ് അയാളത് സെൻഡ് ടു ലോർഡ് ഇർവിൻ. If the demand were not fulfilled by 11 March, the letter stated the Congress would launch a civil disobedience campaign. അല്ലേ? 11 മാർച്ച് ആകുമ്പോഴത്തേക്ക് ഈ ഡിമാൻഡ്സ് ഫുൾഫിൽ ചെയ്തിരുന്നെങ്കിൽ the Congress would launch a complete civil disobedience movement ലോഞ്ച് ചെയ്യും എന്നയാൾ ഒരു അൾട്ടിമാറ്റം ഗേവ് ടു വിച്ച് ലോർഡ് ഇർവിൻ. ഇർവിൻ വാസ് അൺവില്ലിംഗ് ടു നെഗോഷിയേറ്റ്. എന്നാൽ ഇർവിൻ യാതൊരു വിധത്തിലും ഗാന്ധിജിയോട്ട് അനുകൂലിച്ചില്ല. സോ മഹാത്മാഗാന്ധി സ്റ്റാർട്ടഡ് ഹിസ് ഫേമസ് സോൾട്ട് മാർച്ച് അക്കമ്പനീഡ് ബൈ 78 ഓഫ് ഹിസ് ട്രസ്റ്റഡ് വാളണ്ടിയേഴ്സ്. അല്ലേ? ഫേമസ് ആയിട്ടുള്ള സോൾട്ട് മാർച്ച് സ്റ്റാർട്ട് ചെയ്തു 78 ട്രസ്റ്റഡ് വാളണ്ടിയേഴ്സ്, അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 78 ആളുകളുടെ കൂടെ ഇത് സ്റ്റാർട്ട് ചെയ്തു. ദ മാർച്ച് വാസ് ഓവർ 240 മൈൽസ് ഫ്രം ഗാന്ധിജീസ് ആശ്രം ഇൻ സബർമതി ടു ഗുജറാത്ത് കോസ്റ്റൽ ടൗൺസ് ഓഫ് ദണ്ഡി. അല്ലേ? അയാളുടെ സബർമതിയിലുള്ള ആശ്രമമായിട്ട് സബർമതി തൊട്ട് ഗുജറാത്തിലെ കോസ്റ്റൽ ടൗൺ ആയിട്ടുള്ള ദണ്ഡി വരെയായിരുന്നു അവരുടെ മാർച്ച് എന്ന് പറഞ്ഞാൽ നടന്നു പോവാം. അല്ലേ? ദ വളണ്ടിയേഴ്സ് വാക്ക്ഡ് ഫോർ 24 days അബൌട്ട് 10 miles a day. അല്ലേ? 24 ദിവസത്തോളം 10 മൈലുകളോട് നടന്നു ഓരോ ദിവസം. ഫ്രം ഗാന്ധിജീസ് thousands came to hear Mahatma Gandhi wherever he stopped. എവിടെയെങ്കിലും സ്റ്റോപ്പ് ചെയ്ത് ആളുകളുമായിട്ടും സംസാരിക്കും, എന്നിട്ട് പ്രസംഗിക്കും അയാൾ. അത് കേൾക്കാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. ഹി ടോൾഡ് ദം വാട്ട് ഹി മീൻഡ് ബൈ സ്വരാജ്. അല്ലേ? സ്വരാജ് എന്നോട് ഞാൻ എന്താണ് മീൻ ചെയ്യുന്നതെന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു. ആൻഡ് ഏർജ് ദം ടു പീസ്ഫുള്ളി ഡെഫീ ദ ബ്രിട്ടീഷ്. അല്ലേ? അവർക്ക് ഇൻസ്പിറേഷൻ കൊടുത്തു, ഇങ്ങനെ സമാധാനപരമായിട്ട് അല്ലെങ്കിൽ വയലൻസ് ഇല്ലാതെ ബ്രിട്ടീഷേഴ്സിനെ ഡെഫീ ചെയ്യുക. ഡെഫീ മീൻസ് അവരെ ഒഴിവാക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ തിരിയുക വിത്തൗട്ട് വയലൻസ്. ഓൺ 6 April he reached Dandi. അല്ലേ? 6 April he reached Dandi and ceremonially violated the law. Ceremonially means ആചാരപൂർവ്വം എന്ത് ചെയ്തു? സോൾട്ട് മേക്ക് ചെയ്യാൻ പാടില്ല, ഇന്ത്യൻസ് മേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള നിയമം ലോ എന്ത് ചെയ്തു? വിച്ച് വയലേറ്റ് ചെയ്തു. അതാണ് സിവിൽ ഡിസൊബീഡിയൻറ്റ്, നിയമം അനുസരിക്കാതിരുന്നു. മാനുഫാക്ചറിങ് സോൾട്ട് ബൈ ബോയിലിംഗ് സീ വാട്ടർ. കടൽ വെള്ളം വറ്റിച്ചിട്ട് എന്ത് ചെയ്തു? തിളപ്പിച്ച് വറ്റിച്ചിട്ട് ഉപ്പുണ്ടാക്കി. അല്ലേ? അതൊരു സിവിൽ ഡിസൊബീഡിയൻ്റ് ആണ് ബൈ ദ ഗാന്ധിജി. ദിസ് മാർക്ക്ഡ് ദ ബിഗിനിങ് ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. ഹൗ വാസ് ദിസ് മൂവ്മെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ്? People were now asked not only to refuse cooperation but also the people as they had done in 1921 to 22 but also to break colonial laws. അല്ലേ? ഫസ്റ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷേഴ്സായിട്ട് സഹകരിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പീപ്പിൾ വർ നൗ ആസ്ഡ് നോട്ട് ഓൺലി റെഫ്യൂസ് കോപ്പറേഷൻ വിത്ത് ഇന്ത്യൻസ്. അന്ന് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റിൻ്റെ സമയത്ത് പറഞ്ഞിരുന്നത് ബ്രിട്ടീഷേഴ്സായിട്ട് കോപ്പറേറ്റ് ചെയ്യരുത് എന്നതാണ്. അല്ലേ? നൗ ഇറ്റ് ഹാഡ് ഡൺ ഇൻ 1921 ആൻഡ് 1921ലും 22ലാണ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റ് നടത്തിയിരുന്നത്. അല്ലേ? ബട്ട് ഓൾസോ ബ്രേക്ക് കൊളോണിയൽ ലോ. ഇപ്പോൾ പറയുന്നതാണ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൽ പറയുന്നതാണ് കൊളോണിയൽ നിയമങ്ങൾ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് കൂടിയാണ്. ഓക്കെ, തൗസൻഡ്സ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ കൺട്രി ബ്രോക്ക് ദ സോൾട്ട് ലോ. അല്ലേ? ഗാന്ധിജി സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തപ്പോൾ പലയിടത്തും ആയിരക്കണക്കിന് ആളുകൾ എന്ത് ചെയ്തു? സോൾട്ട് ലോ ബ്രേക്ക് ചെയ്തു. മാനുഫാക്ചേർഡ് സോൾട്ട് ആൻഡ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഗവൺമെൻറ് സോൾട്ട് ഫാക്ടറീസ്. അല്ലേ? സോൾട്ട് ഉണ്ടാക്കി ഗവൺമെൻറ് സോൾട്ട് ഫാക്ടറീസിന് മുമ്പിൽ പ്രകടനങ്ങൾ നടത്തി. All the movement, as the movement spread, foreign cloth was boycotted. ആ മൂവ്മെൻറ്റിൻ്റെ ഉപ്പുണ്ടാക്കുന്നത് മാത്രമല്ല ഫോറിൻ കോട്ടെല്ലാം ക്ലോത്ത്സ് എല്ലാം ഉപയോഗിക്കാതെ വന്നു, ബോയ്ക്കോട്ട് ചെയ്തു. ലിക്കർ ഷോപ്സ് വർ പിക്കറ്റഡ്. അല്ലെ? മദ്യശാലകൾ പിക്കറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻട്രൻസിലിരിക്കുക, അത് തുറക്കാൻ സമ്മതിക്കാതെ. ദെൻ പെസൻസ് റെഫ്യൂസ്ഡ് ടു പേ റവന്യൂ ആൻഡ് ചൗക്കിദാരി ടാക്സസ് എന്ന് പറഞ്ഞാൽ ലാൻഡ് ടാക്സ്. അല്ലേ? പെസൻസ് എന്ത് ചെയ്തില്ല? റവന്യൂ ലാൻഡ് ടാക്സ് ഒന്നും അടക്കാൻ റെഡി ആയില്ല. വില്ലേജ് ഒഫീഷ്യൽസ് റിസൈൻഡ്. അല്ലേ? വില്ലേജിലുള്ള ഒഫീഷ്യൽസ് എല്ലാം റിസൈൻ ചെയ്തു. ആൻഡ് ഇൻ മെനി പ്ലേസസ് ഫോറസ്റ്റ് പീപ്പിൾ വയലേറ്റഡ് ഫോറസ്റ്റ് ലോസ്. അല്ലേ? ബ്രിട്ടീഷേഴ്സ് വന്നതിന് ശേഷം ഫോറസ്റ്റ് നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്യാൻ പാടില്ല, വിറകെടുക്കാൻ പാടില്ല, കാലികളെ മേയ്ക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് ലോസും വയലേറ്റ് ചെയ്തു ഫോറസ്റ്റ് പീപ്പിൾ. Going into reserved forest
ടു കളക്ട് വുഡ് ആൻഡ് ഗ്രേസ് കാറ്റിൽ അല്ലേ. റിസർവ് ഫോറസ്റ്റിലോട്ട് എൻ്റർ ചെയ്ത് വുഡ് കളക്ട് ചെയ്തു, കാറ്റിൽസിനെ മേയിച്ചുകൊണ്ടൊക്കെ ഇവർ എന്ത് ചെയ്തു, ഫോറസ്റ്റ് ലോസും ബ്രേക്ക് ചെയ്തു. ഓക്കെ. Worried by the developments, the colonial government began asserting the Congress leaders one by one. Arresting the Congress leaders one by one. Worried by the developments. ഈ ഒരു മൂവ്മെന്റ്സിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ട്, അത് കണ്ട് worried ആയി by the Britishers. Colonial government എന്ത് ചെയ്തു, began arresting the Congress leaders one by one. Congress leaders one by one ആയിട്ട് അറസ്റ്റ് ചെയ്തു. This led to violent clashes in many places. Many places violent ആയിട്ടുള്ള clashes ക്രിയേറ്റ് ചെയ്തു, തർക്കങ്ങൾ ക്രിയേറ്റ് ചെയ്തു. When Abdul Ghaffar Khan, a devout disciple of Mahatma Gandhi, was arrested in April 1930. അബ്ദുൽ ഖാഫർ ഖാൻ എന്ന ഡിവോട്ട് ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഗാന്ധിജിയോട് ഇഷ്ടമുള്ള അയാളുടെ ശിഷ്യന്, അയാളുടെ ഡിസിപ്പിൾ ഓഫ് മഹാത്മാഗാന്ധി വാസ് അറസ്റ്റഡ് ഇൻ ഏപ്രിൽ 1930. ആംഗ്രി ക്രൗഡ്സ് ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് പേഷാവർ. ഇത് കണ്ട് ആംഗ്രി ക്രൗഡ്സ്, ദേഷ്യപ്പെട്ട ജനക്കൂട്ടം എന്ത് ചെയ്തു, ഡെമോൺസ്ട്രേറ്റഡ് ഇൻ ദ സ്ട്രീറ്റ്സ് ഓഫ് പേഷാവർ ഫേസിങ് armored cars and police fire. ഇപ്പോൾ അത് ആംഗ്രി ക്രൗഡ്സ്, ഗാന്ധിജിയുടെ ഡിവോട്ടഡ് ഡിസിപ്ലിൻ ആയിട്ടുള്ള അബ്ദുൽ ഖാഫർ ഖാനെ അറസ്റ്റ് ചെയ്തപ്പോൾ ആംഗ്രി ക്രൗഡ്സ് ദേഷ്യം വന്ന ജനക്കൂട്ടം എന്ത് ചെയ്തു, തെരുവിൽ പ്രകടനങ്ങൾ നടത്തി, ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. ഇവിടെ സ്ട്രീറ്റ്സ് ഓഫ് പേഷാവറിൽ ദേ ഫേസിങ് ആർമോയിഡ് കാർസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വലിയ വാഹനമാണ്, അതിൽ നിന്ന് ഫയർ ചെയ്യാൻ വെടിയുണ്ടകൾ ഒരേ സമയം ഒരുപാട് ഏരിയാസിലോട്ട് സ്പ്രെഡ് ചെയ്യിക്കാൻ പറ്റുന്ന കാറാണ് ആർമോയിഡ് കാർ. ആ ആർമോയിഡ് കാർസിനെ ഇവർ ഫേസ് ചെയ്തു. അതിൽ പോലീസ് എന്ത് ചെയ്തു, ഇവർക്ക് നേരെ ഫയർ ചെയ്തു. മെനി വർ കിൽഡ്. എ മന്ത് ലേറ്റർ, ഒരു മാസത്തിന് ശേഷം, വെൻ മഹാത്മാഗാന്ധി ഹിംസെൽഫ് വാസ് അറസ്റ്റഡ്, ഗാന്ധിജി സ്വയം എന്ത് ചെയ്തു, അറസ്റ്റ് സ്വീകരിച്ചു അവരിൽ നിന്ന്. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് ഇൻ Sholapur attacked police post, municipal building, law courts and railway stations. ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് എന്ത് ചെയ്തു, ഷോലാപൂരിലെ പോലീസ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോലീസ് താവളങ്ങളെ അറ്റാക്ക് ചെയ്തു. മുനിസിപ്പൽ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ നിയമം എന്താണ്, ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലുള്ള ബിൽഡിങ്സ്, ലോ കോർട്സ് ആൻഡ് റെയിൽവേ സ്റ്റേഷൻസ് എല്ലാം അറ്റാക്ക് ചെയ്തു. ഓൾ സ്ട്രഗിൾസ് ദാറ്റ് സിംബലൈസ്ഡ് ബ്രിട്ടീഷ് റൂൾ. ഓൾ സ്ട്രക്ചേഴ്സ്, ബ്രിട്ടീഷ് നിയമത്തിൻ്റെന്ന് കാണിക്കുന്ന എല്ലാ സ്ട്രക്ചേഴ്സും ഇവരെന്ത് ചെയ്തു, വിച്ച് അറ്റാക്ക് ചെയ്തു. എ ഫ്രൈറ്റൻഡ് ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് എ പോളിസി ഓഫ് ബ്രൂട്ടൽ റിപ്രഷൻ. എ ഫ്രൈറ്റൻഡ് ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കണ്ട് ഗവൺമെൻറ് ഒന്ന് പേടിച്ചു. ആ ഫ്രൈറ്റൻഡ് ഗവൺമെൻറ് റെസ്പോണ്ടഡ് വിത്ത് എ പോളിസി ഓഫ് ബ്രൂട്ടൽ റിപ്രഷൻ. അവർ റെസ്പോണ്ട് ചെയ്തത് മൃഗീയമായിട്ടുള്ള അടിച്ചമർത്തലൂടെയാണ്. പീസ്ഫുൾ സത്യാഗ്രഹീസ് വർ അറ്റാക്ഡ്. പീസ്ഫുള്ളായിട്ട് സത്യാഗ്രഹം നടത്തിയവരെ അറ്റാക്ക് ചെയ്തു. വുമൺ ആൻഡ് ചിൽഡ്രൻ വേർ ബീറ്റൺ. വുമൺ ആൻഡ് ചിൽഡ്രനെ ബീറ്റ് ചെയ്തു. ആൻഡ് അബൌട്ട് 1 lakh people were arrested. 1,00,000 ആളുകൾ എന്ത് ചെയ്തു, അറസ്റ്റ് ചെയ്തു. In such a situation, Mahatma Gandhi once again decided to call off the movement and entered into a pact with Irvin on 5th March 1931. ഇങ്ങനെ വയലൻസ് സ്പ്രെഡായപ്പോൾ ഒരുപാട് ഇന്ത്യൻസ് മരിച്ചു കൊടുക്കുന്നു മനസ്സിലായപ്പോൾ എഗെയിൻ ഗാന്ധിജി എന്ത് ചെയ്തു, കോൾഡ് ഓഫ് ദ മൂവ്മെൻറ്റ്. ഇത് എൻറ്റേർഡ് എ പാക്റ്റ്. ആൻഡ് ഗാന്ധിജി ലോർഡ് ഇർവിനുമായിട്ടൊരു പാക്റ്റ്, ഒരു കരാറിൽ എത്തി മാർച്ച് 1931. ബൈ ദിസ് ഗാന്ധി ഇർവിൻ പാക്റ്റ്, ഗാന്ധിജിയും ഇർവിനും കൂടിയുള്ള പാക്റ്റിനെയാണ് ഗാന്ധി ഇർവിൻ പാക്റ്റ് എന്ന് പറയുന്നത്. ബൈ ദിസ് ഗാന്ധി ഇർവിൻ പാക്റ്റ്, ഗാന്ധിജി കൺസെൻറ്റഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ്. റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് സമ്മതിച്ചു. കോൺഗ്രസ് കാർഡ് ബോയ്ക്കോട്ട് ദ ഫസ്റ്റ് ടൈം റൗണ്ട് ടേബിൾ കോൺഫറൻസ്. ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് കോൺഗ്രസ് റിഫ്യൂസ് ചെയ്തതായിരുന്നു. പിന്നീട് ഗാന്ധിജി സമ്മതിച്ചു റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്നുള്ളത്. ഈ ലണ്ടൻ ആൻഡ് ദ ഗവൺമെൻറ് എഗ്രീഡ് ടു റിലീസ് ദ പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. അത് കഴിഞ്ഞപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്തു, എഗ്രി ചെയ്തു പൊളിറ്റിക്കൽ പ്രിസണേഴ്സിനെ റിലീസ് ചെയ്യാം. പൊളിറ്റിക്കൽ പ്രിസണേഴ്സ് എന്ന് പറഞ്ഞാൽ ജയിലടച്ചിരിക്കുന്ന ആളുകളെ റിലീസ് ചെയ്യാമെന്ന് ഗവൺമെൻറ് എഗ്രി ചെയ്തു. In December 1931, Gandhiji went to London for conference, but the negotiation broke down and he returned disappointed. അങ്ങനെ ഡിസംബർ 1931 ഗാന്ധിജി ലണ്ടനിൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പങ്കെടുത്തു. എന്നാൽ ഇന്ത്യക്കാരും ബ്രിട്ടീഷേഴ്സും തമ്മിൽ ഗാന്ധിജിയും അവരും തമ്മിലുള്ള നെഗോസിയേഷൻ
അല്ലേ? നല്ലതിന് വേണ്ടിയിട്ടുള്ള ചർച്ച അതെന്ത് ചെയ്തു, തകർന്നു. അതായത് ബ്രിട്ടീഷേഴ്സ് അനുവദിച്ചു കൊടുത്തില്ല. ആൻഡ് ഹി റിട്ടേൺ ഡിസപ്പോയിൻറ്റഡ്, അങ്ങേറ്റം നിരാശനായിട്ടാണ് ഇയാൾ തിരിച്ചു വന്നത്. ബാക്ക് ഇൻ ഇന്ത്യ ഹി ഡിസ്കവേർഡ് ദാറ്റ് ദ ഗവൺമെൻറ് ഹാഡ് ബിഗൻ എ ന്യൂ സൈക്കിൾ ഓഫ് ഡിപ്രഷൻ. അല്ലേ? ഇന്ത്യയിലോട്ട് തിരിച്ചു വന്നപ്പോൾ ഗാന്ധിജി ഡിസ്കവേർഡ് ദാറ്റ് ബ്രിട്ടീഷേഴ്സ് ഇൻട്രൊഡ്യൂസ്ഡ് എ ന്യൂ സൈക്കിൾ ഓഫ് റിപ്രഷൻ. ഇന്ത്യൻസിനെ അടിച്ചമർത്തുന്ന പുതിയൊരു സൈക്കിൾ ബ്രിട്ടീഷേഴ്സ് സ്റ്റാർട്ട് ചെയ്തു എന്ന് ഇയാൾ മനസ്സിലാക്കി. സോ കാഫർ ഖാൻ ആൻഡ് ജവഹർലാൽ നെഹ്റു വർ ബോത്ത് ഇൻ ജയിൽ. അല്ലേ? ഇയാളുടെ മെയിനായിട്ടുള്ള ആളുകളെല്ലാം ജയിലിലാണ്. ദ കോൺഗ്രസ് ഹാഡ് ബീൻ ഡിക്ലെയർഡ് ഇല്ലീഗൽ ആൻഡ് എ സീരീസ് ഓഫ് മെഷേഴ്സ് ഹാഡ് ബീൻ ഇമ്പോസ്ഡ് ടു പ്രിവെൻറ്റ് മീറ്റിംഗ്. കോൺഗ്രസ് ഹാഡ് ബീൻ ഇമ്പോസ്ഡ് ടു പ്രിവെൻറ്റ് ദ കോൺഗ്രസ് ഹാഡ് ബീൻ ഡിക്ലെയർഡ് ഇല്ലീഗൽ. അതായത് ബ്രിട്ടീഷേഴ്സ് പറഞ്ഞു കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി ഇല്ലീഗലാണ്, അത് നിയമവിധേയമാണ്.